ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് 2025 ലോഗോസിന് പഠിക്കാനുള്ള 5ാമത്തെ വീഡിയോയാണ്. ന്യായാധിപന്മാർ 15ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 15ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 20. ചോദ്യം 2, ന്യായാധിപന്മാർ 15ാം അധ്യായത്തിലെ ഏക തലക്കെട്ട് ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്നു. 3, സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു. ന്യായാധിപന്മാർ 15:1 പ്രകാരം പൂരിപ്പിക്കുക. കുറെ നാൾ കഴിഞ്ഞ്. 4, കുറെ നാൾ കഴിഞ്ഞ് ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ആര്? സാംസൺ. 5, കുറെ നാൾ കഴിഞ്ഞ് സാംസൺ ഏതു കാലത്താണ് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത്? ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത്. 6, കുറെ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് എന്തുമായാണ് ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത്? ഒരാട്ടിൻകുട്ടിയുമായി. 7, കുറെ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ആരെ സന്ദർശിക്കാനാണ് ചെന്നത്? ഭാര്യയെ. 8, കുറെ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അവൻ പറഞ്ഞതെന്ത്? ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ. 9, ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ എന്ന് സാംസൺ പറഞ്ഞപ്പോൾ ആരാണ് അത് അനുവദിക്കാതിരുന്നത്? പിതാവ്. 10, ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞ സാംസനോട് അവളുടെ പിതാവ് പറഞ്ഞതെന്ത്? നീ അവളെ അതിയായി വെറുക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു. 11, എന്തു വിചാരിച്ച് താൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു എന്നാണ് സാംസന്റെ ഭാര്യയുടെ പിതാവ് സാംസനോട് പറഞ്ഞത്? നീ അതിയായി അവളെ വെറുക്കുന്നു എന്ന് വിചാരിച്ച്. 12, നീ അവളെ അതിയായി വെറുക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു എന്നു പറഞ്ഞതിനെ തുടർന്ന് അവളുടെ പിതാവ് പറയുന്നത് എന്ത്? അവളുടെ ഇളയ സഹോദരി അവളെക്കാൾ സുന്ദരിയല്ലേ, അവളെ സ്വീകരിച്ചാലും. 13, അവളുടെ ആര് അവളെക്കാൾ സുന്ദരിയല്ലേ എന്നാണ് പിതാവ് സാംസനോട് ചോദിക്കുന്നത്? ഇളയ സഹോദരി. 14, അവളുടെ ഇളയ സഹോദരി ആരെക്കാൾ സുന്ദരിയാണ് എന്നാണ് പിതാവ് പറയുന്നത്? അവളെക്കാൾ, അതായത് സാംസന്റെ ഭാര്യയേക്കാൾ. 15, അവളുടെ ഇളയ സഹോദരി അവളെക്കാൾ സുന്ദരിയല്ലേ, അവളെ ന്യായാധിപന്മാർ 15:2 പ്രകാരം പൂരിപ്പിക്കുക. സ്വീകരിച്ചാലും. 16, അവളുടെ ഇളയ സഹോദരി അവളെക്കാൾ സുന്ദരിയല്ലേ, അവളെ സ്വീകരിച്ചാലും എന്ന പിതാവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ സാംസൺ പറഞ്ഞതെന്ത്? ഇപ്രാവശ്യവും ഫിലിസ്ത്യരോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കുകയില്ല. 17, ഇപ്രാവശ്യവും ആരോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കുകയില്ല എന്നാണ് സാംസൺ ഭാര്യാപിതാവിനോട് പറയുന്നത്, ഫിലിസ്ത്യരോട്. 18, ഇപ്രാവശ്യവും ഞാൻ ഫിലിസ്ത്യരോട് എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ എന്തായിരിക്കുകയില്ല എന്നാണ് സാംസൺ പിതാവിനോട് പറഞ്ഞത്, കുറ്റമായിരിക്കുകയില്ല. 19, ഇപ്രാവശ്യവും ഞാൻ ഫിലിസ്ത്യരോട് എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അതെന്റെ കുറ്റമായിരിക്കുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് സാംസൺ ചെയ്തതെന്ത്? സാംസൺ പോയി 300 കുറുനരികളെ പിടിച്ചു, കുറെ പന്തങ്ങളും ഉണ്ടാക്കി. ഈ 2 എണ്ണത്തെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വച്ചുകെട്ടി. അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി.
അവയെ ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക് വിട്ടു. 20 ഇപ്രാവശ്യവും ഫിലിസ്ത്യരോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കുകയില്ല എന്നു പറഞ്ഞ് സാംസൺ പോയി എന്തിനെയാണ് പിടിച്ചത്? കുറുനരികളെ. 21 സാംസൺ പോയി എത്ര കുറുനരികളെയാണ് പിടിച്ചത്? 300. 22 300 കുറുനരികളെ പിടിച്ച സാംസൺ എന്താണ് ഉണ്ടാക്കിയത്? കുറെ പന്തങ്ങൾ. 23 300 കുറുനരികളെ പിടിച്ച് കുറെ പന്തങ്ങളും ഉണ്ടാക്കിയ സാംസൺ തുടർന്ന് ചെയ്തതെന്ത്? ഈ രണ്ടെണ്ണത്തെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വച്ചുകെട്ടി. 24 സാംസൺ കുറുനരികളെ പിടിച്ച് എത്ര എണ്ണത്തെ വീതമാണ് വാലോട് വാൽ ചേർത്ത് ബന്ധിച്ചത്? ഈ രണ്ടെണ്ണത്തെ. 25 സാംസൺ 300 കുറുനരികളെ പിടിച്ച് ഈ രണ്ടെണ്ണത്തെ എങ്ങനെയാണ് ബന്ധിച്ചത്? വാലോട് വാൽ ചേർത്ത്. 26 ഈ രണ്ടെണ്ണത്തെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ എന്താണ് വച്ചു കെട്ടിയത്? പന്തം. 27 ഈ രണ്ടെണ്ണത്തെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വെച്ചു കെട്ടി. അനന്തരം അവൻ ചെയ്തതെന്ത്? അവൻ എന്ന് പറയുന്നത് സാംസൺ. അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി. 28 ഈ രണ്ടെണ്ണത്തെ, അതായത് കുറുനരികളെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വച്ചു കെട്ടി. അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ എവിടേക്കാണ് വിട്ടത്? ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക്. 29 ഈ രണ്ടെണ്ണത്തെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വച്ചു കെട്ടി. അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക് വിട്ടപ്പോൾ സംഭവിച്ചതെന്ത്? വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായി. 30 എന്തെല്ലാം കത്തിച്ചാമ്പലായി എന്നാണ് ന്യായാധിപന്മാർ 15:5 പറഞ്ഞിരിക്കുന്നത്? വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും. 31 കത്തിച്ചാമ്പലായി എന്ന് പറഞ്ഞിരിക്കുന്നതിൽ രണ്ടാമതായി പറയുന്നത് എന്ത്? കൊയ്ത കറ്റ. 32 വയലിൽ നിൽക്കുന്ന വിളയ്ക്കും കൊയ്ത കറ്റയ്ക്കും ഒലിവ് തോട്ടങ്ങൾക്കും സംഭവിച്ചത് എന്ത്? കത്തിച്ചാമ്പലായി. 33 വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായപ്പോൾ ഫിലിസ്ത്യർ ചോദിച്ചതെന്ത്? ആരാണിത് ചെയ്തത്? 34 വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായപ്പോൾ ആരാണിത് ചെയ്തതെന്ന് ചോദിച്ചതാര്? ഫിലിസ്ത്യർ. 35 ആരാണിത് ചെയ്തതെന്ന് ഫിലിസ്ത്യർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ത്? ആ തിമ്നാക്കാരന്റെ മരുമകനായ സാംസൺ. 36 ആ തിമ്നാക്കാരന്റെ മരുമകനായ സാംസൺ ഇതെന്തിനു വേണ്ടി ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്? അവന്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവന്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട്. 37 അവന്റെ, അതായത് സാംസന്റെ ഭാര്യയെ അവന്റെ കൂട്ടുകാരന് കൊടുത്തത് ആര്? അമ്മായിയപ്പൻ. 38 സാംസന്റെ അമ്മായിയപ്പൻ അവന്റെ ഭാര്യയെ, അതായത് സാംസന്റെ ഭാര്യയെ ആർക്കാണ് കൊടുത്തത്? അവന്റെ, സാംസന്റെ കൂട്ടുകാരന്. 39 അവന്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവന്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത് എന്ന് അവർ പറഞ്ഞപ്പോൾ ഫിലിസ്ത്യർ ചെയ്തതെന്ത്? ഫിലിസ്ത്യർ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി. 40 ഫിലിസ്ത്യർ ചെന്ന് ആരെയെല്ലാമാണ് അഗ്നിക്കിരയാക്കിയത്? അവളെയും അവളുടെ പിതാവിനെയും. ഇവിടെ പറയുന്ന അവൾ സാംസന്റെ ഭാര്യയും അമ്മായിയപ്പനുമാണ്, അവളുടെ പിതാവ്. 41 അവളെയും അവളുടെ പിതാവിനെയും ഫിലിസ്ത്യർ ചെയ്തതെന്ത്? അഗ്നിക്കിരയാക്കി. 42 ഫിലിസ്ത്യർ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയപ്പോൾ സാംസൺ അവരോട് പറഞ്ഞതെന്ത്? ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. 43 ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ
ഞാൻ ഡാഷ് ചെയ്യുന്നു. ന്യായാധിപന്മാർ 15:7 പ്രകാരം പൂരിപ്പിക്കുക. ശപഥം. 44 ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ശപഥം ചെയ്യുന്നു എന്നാണ് സാംസൺ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. 45 അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു. ആരെ? സാംസൺ ഫിലിസ്ത്യരെ. 46 അവൻ അവരെ എങ്ങനെയാണ് കൊന്നുകളഞ്ഞത്? ക്രൂരമായി പ്രഹരിച്ച്. 47 അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു. അതിനുശേഷം അവൻ എവിടെ പോയി താമസിച്ചു എന്നാണ് ന്യായാധിപന്മാർ 15:8 പറയുന്നത്. ഏത്താം പാറക്കെട്ടിൽ. 48 ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചത് ആര്? സാംസൺ. 49 അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു. അതിനുശേഷം അവൻ ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചു. അപ്പോൾ ഫിലിസ്ത്യർ എവിടെയാണ് ചെന്ന് പാളയമടിച്ചത്? യൂദായിൽ. 50 ഫിലിസ്ത്യർ യൂദായിൽ ചെന്ന് പാളയമടിച്ച് ഏതു പട്ടണമാണ് ആക്രമിച്ചത്? ലേഹി പട്ടണം. 51 ലേഹി പട്ടണം ആക്രമിച്ചത് ആര്? ഫിലിസ്ത്യർ. 52 നിങ്ങൾ ഞങ്ങൾക്ക് എതിരായി വന്നത് എന്തുകൊണ്ട്? ആരോട് ചോദിച്ചു? യൂദായിലെ ജനം ഫിലിസ്ത്യരോട്. 53 യൂദായിലെ ജനം ഫിലിസ്ത്യരോട് ചോദിച്ചത് എന്ത്? നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നതെന്തുകൊണ്ട്? 54 നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നതെന്തുകൊണ്ട് എന്ന് യൂദായിലെ ജനം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ത്? സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. 55 ആര് ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ഫിലിസ്ത്യർ പറഞ്ഞത്. സാംസൺ. 56 സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ എന്തു ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ഫിലിസ്ത്യർ പറഞ്ഞത്? ബന്ധനസ്ഥനാക്കുന്നതിനു വേണ്ടി. 57 എവിടുത്തെ 3000 ആളുകളാണ് ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസനോട് ചോദിച്ചത്? യൂദായിലെ. 58 യൂദായിലെ എത്ര ആളുകളാണ് ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസനോട് ചോദിച്ചത്? 3000. 59 യൂദായിലെ 3000 ആളുകൾ ഏത്താം പാറയിടുക്കിൽ ചെന്ന് ആരോടാണ് ചോദിച്ചത്? സാംസനോട്. 60 യൂദായിലെ 3000 ആളുകൾ ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസനോട് എന്താണ് ചോദിച്ചത്? ഫിലിസ്ത്യരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ? പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ചെയ്തതെന്ത്? 61 യൂദായിലെ 3000 ആളുകൾ ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസനോട് ആദ്യം ചോദിച്ച ചോദ്യമെന്ത്? ഫിലിസ്ത്യരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ? 62 യൂദായിലെ 3000 ആളുകൾ ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസനോട് എത്ര ചോദ്യങ്ങൾ ചോദിച്ചു? 2. 63 ആരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ എന്നാണ് യൂദായിലെ 3000 ആളുകൾ ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസനോട് ചോദിച്ചത്? ഫിലിസ്ത്യർ. 64 ഫിലിസ്ത്യരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചതിനു ശേഷം യൂദായിലെ 3000 ആളുകൾ സാംസനോട് ചോദിച്ചതെന്ത്? പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ചെയ്തതെന്ത്? 65 ഫിലിസ്ത്യരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ? പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ചെയ്തത് എന്ത് എന്ന് ചോദിച്ച യൂദായിലെ 3000 ആളുകളോട് സാംസൺ പറഞ്ഞതെന്ത്? അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു. 66 അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു. ആരോട് പറഞ്ഞു? സാംസൺ യൂദായിലെ 3000 ആളുകളോട്. 67 അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു എന്ന് സാംസൺ പറഞ്ഞപ്പോൾ അവർ പ്രതിവചിച്ചത് എന്ത്? നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിലേൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ.
68 നിന്നെ ബന്ധിച്ച് ആരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ എന്നാണ് യൂദായിലെ 3000 ആളുകൾ സാംസനോട് പറഞ്ഞത്. ഫിലിസ്ത്യരുടെ കൈകളിൽ. 69 നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ എന്നു പറഞ്ഞ യൂദായിലെ 3000 ആളുകളോട് സാംസൺ പറഞ്ഞതെന്ത്? നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ല എന്ന് സത്യം ചെയ്യുക. 70 നിങ്ങൾ എൻ്റെ മേൽ എന്ത് ചെയ്യുകയില്ല എന്ന് സത്യം ചെയ്യുക എന്നാണ് സാംസൺ തന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ യൂദായിലെ 3000 ആളുകളോട് പറഞ്ഞത്. ചാടി വീഴുകയില്ലെന്ന്. 71 നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക എന്ന് സാംസൺ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ത്? ഇല്ല, ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയേയുള്ളൂ, കൊല്ലുകയില്ല. 72 നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക എന്ന് സാംസൺ പറഞ്ഞപ്പോൾ അവർ ആദ്യം പറഞ്ഞതെന്ത്? ഇല്ല. 73 നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക എന്നു പറഞ്ഞ സാംസനോട് ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ആരുടെ കയ്യിൽ ഏൽപ്പിക്കുകയേ ഉള്ളൂ എന്നാണ് യൂദായിലെ 3000 ആളുകൾ പറഞ്ഞത്? ഫിലിസ്ത്യരുടെ. 74 ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയേയുള്ളൂ, എന്തു ചെയ്യുകയില്ല എന്നാണ് അവർ പറഞ്ഞത്? കൊല്ലുകയില്ല. 75 അവർ എന്തുകൊണ്ടാണ് അവനെ ബന്ധിച്ചത്? പുതിയ 2 കയറുകൊണ്ട്. 76 പുതിയ 2 കയറുകൊണ്ട് അവനെ ബന്ധിച്ച് അവർ എവിടെ കൊണ്ടുചെന്നു? പാറയ്ക്ക് വെളിയിൽ. 77 അവർ അവനെ പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നത് എങ്ങനെ? പുതിയ 2 കയറുകൊണ്ട് ബന്ധിച്ച്. 78 അവൻ എവിടെ എത്തിയപ്പോഴാണ് ഫിലിസ്ത്യർ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തിയത്? ലേഹിയിലെത്തിയപ്പോൾ. 79 അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ എങ്ങനെയാണ് അവനെ കാണാനെത്തിയത്? ആർപ്പുവിളികളോടെ. 80 അവൻ ലേഹിയിലെത്തിയപ്പോൾ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തിയതാര്? ഫിലിസ്ത്യർ. 81 അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തി. അപ്പോൾ സംഭവിച്ചതെന്ത്? കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. 82 ആരാണ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നത്? കർത്താവിൻ്റെ ആത്മാവ്. 83 കർത്താവിൻ്റെ ആത്മാവ് എങ്ങനെയാണ് അവൻ്റെ മേൽ വന്നത്? ശക്തിയോടെ. 84 കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നപ്പോൾ സംഭവിച്ചതെന്ത്? അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെ ആയിത്തീർന്നു, കെട്ടുകൾ അറ്റുവീണു. 85 കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നപ്പോൾ എന്താണ് കരിഞ്ഞ ചണനൂൽ പോലെയായിത്തീർന്നത്? അവനെ ബന്ധിച്ചിരുന്ന കയർ. 86 കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന കയർ എങ്ങനെയായിത്തീർന്നു? കരിഞ്ഞ ചണനൂൽ പോലെയായിത്തീർന്നു. 87 അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായിത്തീർന്നപ്പോൾ സംഭവിച്ചതെന്ത്? കെട്ടുകൾ അറ്റുവീണു. 88 സാംസന്റെ കെട്ടുകൾ അറ്റുവീണത് എപ്പോൾ? കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായിത്തീർന്നപ്പോൾ. 89 കെട്ടുകൾ അറ്റുവീണപ്പോൾ അവൻ കണ്ടതെന്ത്? ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ല് കിടക്കുന്നത്. 90 ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ല് കിടക്കുന്നത് അവൻ കണ്ടതെപ്പോൾ? കെട്ടുകൾ അറ്റുവീണപ്പോൾ. 91 ആയിടെ ചത്ത എന്തിൻ്റെ താടിയെല്ല് കിടക്കുന്നതാണ് അവൻ കണ്ടത്? കഴുതയുടെ. 92 ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ല് കിടക്കുന്നത് കണ്ട് അവൻ ചെയ്തതെന്ത്? അതെടുത്ത് അവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. 93 ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ല് കിടക്കുന്നത് കണ്ട് അവൻ അതെടുത്ത് എത്ര പേരെയാണ് അതുകൊണ്ട് കൊന്നത്? 1000 പേരെ. 94 ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ല് കിടക്കുന്നത് കണ്ട് അവൻ അതെടുത്ത്
1000 പേരെ കൊന്നതിനു ശേഷം ചെയ്തതെന്ത്? അവൻ ഘോഷിച്ചു. 95 ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ല് കിടക്കുന്നത് കണ്ട് അവൻ അതെടുത്ത് 1000 പേരെ അതുകൊണ്ട് കൊന്നു. എന്നിട്ട് അവൻ എന്താണ് ഘോഷിച്ചത്? കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി. കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു. 96 കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ എന്തു ചെയ്തു എന്നാണ് അവൻ ഘോഷിച്ചത്? കൂന കൂട്ടി. 97 എന്തുകൊണ്ട് താൻ അവരെ കൂന കൂട്ടി എന്നാണ് അവൻ, അതായത് സാംസൺ, ഘോഷിച്ചത്? കഴുതയുടെ താടിയെല്ലുകൊണ്ട്. 98 കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ താൻ എന്തു ചെയ്തു എന്നാണ് അവൻ ഘോഷിച്ചത്? കൊന്നു. 99 എന്തുകൊണ്ട് 1000 പേരെ താൻ കൊന്നു എന്നാണ് അവൻ ഘോഷിച്ചത്? കഴുതയുടെ താടിയെല്ലുകൊണ്ട്. 100 ന്യായാധിപന്മാർ 15:16 ആവർത്തിക്കുന്ന വാക്ക് കഴുതയുടെ താടിയെല്ലുകൊണ്ട്. 101 കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി. കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു എന്ന് ഘോഷിച്ചതിനു ശേഷം അവൻ ചെയ്തതെന്ത്? എല്ല് എറിഞ്ഞുകളഞ്ഞു. 102 അവൻ എല്ല് എറിഞ്ഞുകളഞ്ഞ ആ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത്? റാമാത്ത് ലേഹി. 103 റാമാത്ത് ലേഹി എന്ന വാക്കിന്റെ അർത്ഥമെന്ത്? താടിയെല്ലിന്റെ മല. 104 എല്ല് എറിഞ്ഞുകളഞ്ഞതിനു ശേഷം അവന് എന്തുണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വലിയ ദാഹം. 105 അവന് വലിയ ദാഹമുണ്ടായപ്പോൾ അവൻ ചെയ്തതെന്ത്? കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. 106 അവന് വലിയ ദാഹമുണ്ടായപ്പോൾ അവൻ കർത്താവിനെ വിളിച്ച് എന്താണ് അപേക്ഷിച്ചത്? അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിച്ഛേദിതരുടെ കൈകളിൽ വീഴണമോ? 107 അവനും വലിയ ദാഹമുണ്ടായപ്പോൾ അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചതിൽ ആദ്യം പറയുന്നത് എന്ത്? അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു. 108 അവിടുത്തെ ദാസന്റെ എന്തിനാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു എന്നാണ് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ, അതായത് സാംസൺ, പറഞ്ഞത്? കരങ്ങളാൽ. 109 അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവൻ ചോദിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിച്ഛേദിതരുടെ കൈകളിൽ വീഴണമോ? 110 ഇപ്പോൾ ഞാൻ എങ്ങനെ മരിച്ച് അപരിച്ഛേദിതരുടെ കൈകളിൽ വീഴണമോ എന്നാണ് അവൻ കർത്താവിനോട് ചോദിക്കുന്നത്? ദാഹം കൊണ്ട്. 111 ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് ആരുടെ കൈകളിൽ വീഴണമോ എന്നാണ് അവൻ ചോദിക്കുന്നത്? അപരിച്ഛേദിതരുടെ. 112 ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിച്ഛേദിതരുടെ കൈകളിൽ വീഴണമോ എന്ന സാംസന്റെ ചോദ്യം കേട്ടപ്പോൾ ദൈവം ചെയ്തതെന്ത്? ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു. 113 ദൈവം എവിടെയുള്ള പൊള്ളയായ ഒരു സ്ഥലമാണ് തുറന്നത്? ലേഹിയിലുള്ള. 114 ദൈവം എങ്ങനെയുള്ള ഒരു സ്ഥലമാണ് തുറന്നത്? പൊള്ളയായ. 115 ദൈവം ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്ന് അതിൽ നിന്ന് എന്താണ് പുറപ്പെട്ടത്? ജലം. 116 എവിടെ നിന്നാണ് ജലം പുറപ്പെട്ടത്? ദൈവം ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നപ്പോൾ അവിടെ നിന്നും. 117 ദൈവം ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്ന് അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അപ്പോൾ അവൻ ചെയ്തതെന്ത്? വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. 118 ദൈവം ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്ന് അതിൽ നിന്നും ജലം പുറപ്പെട്ട് അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അവന് ലഭിച്ച പേരെന്ത്? എൻഹക്കോർ. 119 അവൻ സാംസൺ ഊർജ്ജസ്വലനായത് എങ്ങനെ? വെള്ളം കുടിച്ച്. 120 എൻഹക്കോർ എന്നതിൻ്റെ അർത്ഥമെന്ത്? അപേക്ഷിക്കുന്നവന്റെ ഉറവ. 121 ന്യായാധിപന്മാർ 15:20 അത് ഇന്നും അവിടെയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്?
എൻഹക്കോർ എന്ന പേരു ലഭിച്ച ഉറവ. 122 ഫിലിസ്ത്യരുടെ കാലത്ത് 20 വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നതാര്? സാംസൺ. 123 ആരുടെ കാലത്താണ് 20 വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത്? ഫിലിസ്ത്യരുടെ. 124 ഫിലിസ്ത്യരുടെ കാലത്ത് എത്ര വർഷമാണ് സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത്? 20 വർഷം. 125 ഫിലിസ്ത്യരുടെ കാലത്ത് 20 വർഷം സാംസൺ എവിടെയാണ് ന്യായാധിപനായിരുന്നത്? ഇസ്രായേലിൽ. ഇങ്ങനെ 125 ചോദ്യങ്ങളാണ് 15-ാം അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനിയുള്ള വലിയ അധ്യായങ്ങൾ 2 വീഡിയോയായിട്ടായിരിക്കും ചെയ്യുന്നത്. ഒരു വീഡിയോയിൽ ഇത്രയധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അത് പഠിക്കാനും വീഡിയോ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും നന്നായി പഠിക്കുക. എത്രയും വേഗം ബാക്കിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റ് നമ്മൾ ആരംഭിക്കുകയാണ്. മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതുപോലെ ഒരു ചെറിയ രജിസ്ട്രേഷൻ ഫീസോട് കൂടിയാണ് മോക്ക് ടെസ്റ്റ് ആരംഭിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.